സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബുക്ക് മാർക്ക് വീഡിയോ ആണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ഹാൻഡ് ബുക്കൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാൻഡ് ബുക്കിൻ്റെ വീഡിയോ വേണമെന്നാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതിയാവും. അപ്പോൾ ഫാബ്രിക് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ക്യാൻവാസ് ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് കട്ടിയുള്ള ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ 2 കട്ടൗട്ട് വേണം. നമ്മൾ ഓൾറെഡി ഹാൻഡ് ബുക്ക് ചെയ്ത കട്ടൗട്ടും പിന്നെ പ്ലെയിൻ ഫാബ്രിക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് കുഞ്ഞൊരു ബുക്ക് മാർക്കാണ്. 10 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വിട്ടുമാണ് വന്നിരിക്കുന്നത്. രണ്ടും ആ ഒരു സെയിം ലെങ്ത്തിലും വിട്ടിലും വേണം എടുക്കാൻ. എന്നിട്ട് ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് 4 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോർമൽ ത്രെഡാണ് എടുത്തേക്കുന്നത്. അതായത് ഒരു കട്ടി കിട്ടാൻ വേണ്ടി 2ആയിട്ട് നമ്മൾ നോർമൽ എടുക്കുമല്ലോ, അതേപോലെ എടുത്തേക്കുന്നത്. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട താഴത്തെ ഒരു കെട്ടുണ്ടല്ലോ പോകാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ താഴത്തെ പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ എടുത്ത് മേളിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ താഴത്തെ ഒരു കെട്ട് അതിലോട്ട് മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 4 സൈഡും റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വീഡിയോ വേണമെന്നാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബിഗിനർ സ്റ്റിച്ചിൽ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് അങ്ങനെ കുറച്ച് സ്റ്റിച്ചസ് ട്യൂട്ടോറിയൽ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണണം എന്നാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്താൽ മതിയാവും. സോ ഈ ഒരു സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് 4 സൈഡും നമ്മൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ ഒറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഫാബ്രിക് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് കുത്തിയെടുക്കാനും ഒക്കെ കുറച്ച് പാടായിരിക്കും. പിന്നെ വലിച്ച് മേളിലോട്ട് എടുക്കുമ്പോൾ നല്ല മുറുക്കി എടുക്കരുത്. കാരണം മുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫിനിഷിങ് ഉണ്ടാകത്തില്ല. അപ്പോൾ 4 സൈഡ് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ പേനയുടെ വരയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഫ്രിക്ഷൻ ഡ്രൈസിബിൾ പെന്നാണ്. ഹാൻഡ് ബോക്സ് വെച്ചൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പേന വരയും കാര്യങ്ങളും ഒക്കെ സ്റ്റെയിൻ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ പൊയ്ക്കോളും പേനയുടെ. പിന്നെ 4 സൈഡ് നമ്മൾ ജസ്റ്റ് ഫാബ്രിക് ഒന്ന് ഇതേപോലെ എടുത്ത് ഓരോരോ ഇതെടുത്ത് കഴിഞ്ഞാൽ ത്രെഡ് എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ലുക്ക് നമുക്ക് കിട്ടും. ഈ ഒരു ബുക്ക് മാർക്കിൻ്റെ ലുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഓരോരോ ത്രെഡ് നമ്മളിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലുക്ക് കിട്ടും. ഇതേപോലെ വേറൊരു ബുക്ക് മാർക്കിന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ അല്ല, വേറൊരു പാറ്റേണാണ് ചെയ്തിരിക്കുന്നത്. സോ അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ബുക്ക് മാർക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേര് ഈ വീഡിയോസ് കാണുന്നുണ്ടെന്നറിയാം. സോ കീപ് സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.